സാരല്ലടാ, ഒക്കെ ശരിയാവും. എന്നാ ഞാൻ പോയി വരട്ടെ. അല്ല, ഈ എട്ടുകാലി മൂസന്റെ വീട് ഏതാ? എട്ടുകാലി മൂസന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരത്തുനിന്ന. ഞാനും ഓനും ഗൾഫിൽ ഒരുമിച്ച് ജോലി ചെയ്താണ്. ഫോൺ കുറെ ആയിട്ട് ഗൾഫിൽ ഒന്നും വരലില്ല. നാട്ടിൽ വന്നപ്പോ ഞാൻ അന്വേഷിച്ചു വന്ന സുഖമൊന്നുമില്ല ആൾക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഫസ്റ്റത്തെ വളവില്ല, അത് കഴിഞ്ഞ ഫസ്റ്റത്തെ വീട്. ഞാൻ പോയി നോക്കട്ടെ. ആയിക്കോട്ടെ, താങ്ക് യു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ നടത്തി. ഞാൻ 2 ആഴ്ച അവിടെ വന്നിട്ട്. മൂസ 5-6 കൊല്ലായില്ലേ അവിടുന്ന് പോന്നിട്ട്. അന്ന് അന്വേഷിച്ച് ഞാൻ ഈ അങ്ങാടിയിൽ വന്നപ്പോ ഒരാളെന്നോട് പറഞ്ഞ ഇവിടെ വീടെന്ന്. അവരൊക്കെ പറയാ പല പ്രശ്നങ്ങളുണ്ട്, പല സങ്കടത്തിലാണ്. എന്താ എന്റെ വിഷമം എന്നോടൊന്ന് പറയും. അല്ലേ, ഒരുപാട് സങ്കടം കൊണ്ടടാ. വീട്ടിൽ ആരുമില്ല. ഇവിടെ വന്നോട് കാര്യം ഞാൻ പറയാം. അനക്കറിയില്ലടാ ഞാൻ എങ്ങനെ ഗൾഫിക്ക് വന്നെന്ന്. ജ്യേഷ്ഠന്റെ ഭാര്യന്റെ പൊന്നും പണ്ടം പണയം വെച്ച് കാണാൻ ഞാൻ ഗൾഫിക്ക് വന്നത്. അപ്പൊ ഇജ്ജ് ആ പൊന്നും പണ്ടും ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ലേ? ഇജ്ജല്ല അന്ന് പറഞ്ഞു നാട്ടിൽ പോയിട്ട് ആ പൊന്നും പണ്ടൊക്കെ എടുത്തു കൊടുക്കുന്നു. ഇജ്ജല്ല പറഞ്ഞത്. അപ്പൊ ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല? ഞാൻ ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല. പണയം വെച്ച് എന്ത് ചെയ്തെന്നറിയാം? ഞാൻ പണയം വെച്ചോടത്ത് നിർത്തിക്കാണ്ട് ഞാൻ പുറത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ വീട്ടുകാരെ അറിയാതെ ചേട്ടുമാർക്ക് മറിച്ച് വിറ്റ് അതിൽ കുറച്ച് പൈസ കിട്ടി. പക്ഷെ ഇതെന്ത് ചെയ്ത് ജ്യേഷ്ഠനും ഭാര്യ അറിഞ്ഞു. അന്ന് തുടങ്ങിയതാടാ വീട്ടിലെ പ്രശ്നങ്ങള്. എനിക്കാണെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല. വളരെ ബുദ്ധിമുട്ടില്ലപ്പോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെങ്കിലും എടുത്തു തരാന്ന് ഒരുപാട് ഞാൻ അവരോട് കെഞ്ചി എന്തെങ്കിലും ചെയ്തിട്ട് എന്നെങ്കിലും ഗൾഫിൽ പോയിട്ട് ഇപ്പൊ എന്റെ പേരിൽ കേസാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കോലാണ്. എന്റെ പേരിൽ ആരാ കേസ് കൊടുത്ത്? എന്റെ ജ്യേഷ്ഠനും പെണ്ണുങ്ങളൊക്കെ എവിടെ പോ? എന്റെ പേരിൽ കേസ് കൊടുത്തത് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. എന്റെ പേര് മാത്രല്ലടാ, എന്റെ ഏട്ടന്റെ പേരില്, എന്റെ ഉമ്മാന്റെ പേരില്, എല്ലാരുടെ പേരിലും ഓള് കേസ് കൊടുത്തിന്. ഞാൻ അവളോട് പറഞ്ഞ് എന്റെ പൊന്നും പണ്ടം ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഞാൻ എടുത്തു തരാന്ന്. പക്ഷെ അവളെ തിരിച്ചത് അവൾക്കൊരു കാമുകണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലേന്ന്. ഇപ്പൊ ആ കാമുകന്റെ കൂടെ ഓള് ഒളിച്ചോടി പോയി. എന്റെ ജ്യേഷ്ഠനക്കാണെങ്കിലോ 2 കുട്ടികളുണ്ട്. അതിന് ശേഷം തുടങ്ങിയാടാ എന്റെ ബുദ്ധിമുട്ടും എനിക്ക് സോക്കണ്ടും ടെൻഷനും ഒരുപാട്. ഇപ്പൊ അവളെന്ത് ചെയ്തിക്കണു? ഓളും കാമുകനും കൂടി കോടതിയെ പോയിക്കാണ്ട് ഞങ്ങളുടെ പേരില് പീഡനത്തിന് കേസ് കൊടുത്തിക്കണു. അപ്പൊ എന്താ ചെയ്യാ? വല്ലാത്തൊരു അവസ്ഥയിലാണ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. മൂസ, ഇനി അതൊക്കെ വിട്. ഈ ഗൾഫിക്ക് പെട്ടെന്ന് കയറാൻ നോക്ക്. എന്റെ വിസ ഞാൻ റെഡിയാക്കി തരാം. എനിക്ക് എങ്ങനെ ഗൾഫിൽ കയറാൻ പറ്റുക? എന്റെ പാസ്പോർട്ട് കോടതി വാങ്ങിച്ചേക്കണം. ഇപ്പൊ ഞാൻ കോടതി കയറി നിറങ്ങുകയാണ്. വക്കീലന്മാർക്ക് മുഴുവൻ പൈസ കൊടുത്തുകൊണ്ട് എന്റെ അവസ്ഥ കണ്ടില്ല, വീട് കണ്ടില്ല. എനിക്ക് വളരെ ഞാൻ തളർന്ന് കിടക്കാടാ. ഈ സമാധാനപ്പെടും മൂസ. എന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോടാ. നമ്മൾ ഒരുമിച്ച് ഒരു റൂമില് ഭക്ഷണം കഴിച്ചാൽ പൂർണ്ണമില്ല. നമ്മളൊക്കെ പ്രവാസികളല്ല. അന്നെ സഹായിക്കാതെ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാടാ? എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷായടാ. ഞാൻ എന്നോട് എങ്ങടാ നന്ദി പറയാ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോടാ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.